ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അരിയൊക്കെ അരച്ച് വെച്ചിട്ട് ഞാൻ ഷുഗറൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെലച്ചക്ക് എണീച്ചിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫാസ്റ്റിങ്ങിൽ ഷുഗർ നോക്കണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ബ്ലഡൊക്കെ എടുത്ത് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ എടുത്ത് നോക്കിട്ടോ. അപ്പോൾ ഷുഗറോ BP പിന്നെ ബ്ലഡിൻ്റെ കമ്മി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താണ് അസുഖം എന്നറിയില്ല. ഇനിയിപ്പോൾ വേറെ കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഒരു നൈറ്റി വെട്ടി വെച്ചതുണ്ടായിരുന്നു, അത് തയ്ക്കാനെടുത്തു. ഒരു ചെറിയൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ചെയ്ത് ഞാൻ അങ്ങനെ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് ചെറിയ പെരുന്നാളിന് എടുത്ത നൈറ്റിയാണ്. അപ്പോൾ ഈ പെരുന്നാളിനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമുക്ക് ദേവശാല പള്ളിയിൽ നിന്ന് കുറച്ച് അരിയൊക്കെ നോമ്പിന് കിട്ടും കേട്ടോ, ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാ ഉപയോഗിച്ചിരുന്ന മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനി എടുത്തു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നോമ്പിന് തന്നത് പറഞ്ഞാൽ അപ്പോൾ നോമ്പിന് തന്നെ ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ മറ്റേത് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുപ്പിയിൽ നിറച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും നോമ്പ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇങ്ങനെ കിറ്റ് കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ സാധനങ്ങൾ തന്നെ ഉപയോഗിക്കും. അപ്പോൾ ഇത് ലാസ്റ്റ് ആയതുകൊണ്ട് നോമ്പ് 10 കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇനി എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചതൊക്കെ എടുത്ത് വെച്ചിട്ട് നോമ്പിന് കിട്ടിയത് തന്നെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവർ ഉദ്ദേശം നോമ്പ് എടുക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഇതിൽ കൊടുക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ആദ്യം പഴയതൊക്കെ എടുത്ത് വെച്ച് പുതിയതാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പിന്നെ വാങ്ങിച്ച ഈത്തപ്പഴം വെച്ചിട്ട് കുറച്ച് പൈനാപ്പിൾ ഉണ്ട്, അപ്പോൾ അതായിട്ട് അച്ചാറുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പച്ചരി കിട്ടിയതാണ് കേട്ടോ, പള്ളിയിൽ നിന്ന് നോമ്പാകുമ്പോൾ എപ്പോഴും കൊടുക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മൾ കുറച്ച് ഉള്ളിവടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ തൊലിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ എളുപ്പമായിട്ടോ. അപ്പോൾ കട്ടിംഗ് ബോർഡൊക്കെ വലിയ കാര്യത്തിലെടുത്ത് അരിയാൻ നിന്നു കേട്ടോ. പക്ഷേ കട്ടിംഗ് ബോർഡിൽ അരിയുമ്പോൾ കൈമക്ക് വേഗം പാളിപ്പോവാണ്. അപ്പോൾ പിന്നെ ഞാൻ കയ്യിൽ നല്ല വേഗം അരിഞ്ഞെടുത്തു. നല്ല സ്പീഡിൽ കയ്യിൽ അരിയുമ്പോൾ അരിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം കുഴച്ചൊക്കെ വെച്ച് പിന്നെ ഞാൻ പാതി ചുട്ടതിൻ്റെ ശേഷം കേട്ടോ ഇതിൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ ഉള്ളിവട ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ. അപ്പോൾ ഈ ചട്നിക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചട്ടിയിൽ തന്നെ ചട്നിക്കൊക്കെ താളിച്ചെടുത്തിട്ട് ദോശ ചുടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചട്നിക്ക് അരയ്ക്കുമ്പോൾ നമ്മൾ ചെറിയുള്ളി 2 പൊണ്ണ ചെറിയുള്ളി മല്ലിച്ചപ്പ് ഒക്കെ ഇട്ട് കൊടുത്താൽ ചട്നിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചട്നി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശ ചുടാം. അപ്പോൾ ദോശ ചുട്ടിട്ട് ഞാൻ പിന്നെ എടുക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് കിട്ടുന്നതല്ല കേട്ടോ. അപ്പോൾ തലേദിവസം ഞാൻ പത്തിരി ഇതിലാണ് കേട്ടോ ചുട്ടത്. അപ്പോൾ എണ്ണ തേച്ച് വെക്കാൻ മറന്നുപോയിരുന്നു. അപ്പോൾ ദോശ പെട്ടെന്ന് കിട്ടുന്നേ അല്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം എണ്ണ തേച്ച് ചൂടാക്കാൻ വെച്ചതിന് ശേഷമാണ് പിന്നെ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.